കഴിഞ്ഞ ഒന്ന് രണ്ട് ഖുതുബകളിലായിട്ട് നമ്മൾ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത് ഇസ്ലാമികമായ വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രത്തെക്കുറിച്ചല്ല ഖുർആൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് രാജ്യത്ത് ജീവിക്കുന്ന വനിതകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം വനിതകളെ സംബന്ധിച്ചിടത്തോളം, ആ രാജ്യത്ത് നിലനിൽക്കുന്ന വസ്ത്രം തന്നെ ഇസ്ലാമികമായ മാനറോടുകൂടി, ഇസ്ലാമികമായ മര്യാദയോടുകൂടി ഏതൊരാൾക്കും ധരിക്കാവുന്നതാണ്. അല്ലാതെ ഇസ്ലാമിൻ്റെതായി ഒരു ഡ്രസ് കോഡ് ഇല്ല, ഇസ്ലാമിൻ്റെതായി ഒരു ഡ്രസ് പാറ്റേൺ ഇല്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പർദ്ദക്കെതിരെ സംസാരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല. ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി അത് വസ്ത്രത്തിന്റെ കാര്യത്തിലുമുള്ളതല്ല, മറിച്ച് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾക്കെതിരാകാത്തിടത്തോളം കാലം ഓരോരോ രാജ്യത്ത് നിലനിൽക്കുന്ന സാംസ്കാരികമായ സംഗതികൾ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് യാതൊരു തടസ്സവുമില്ല. മൗലികമായ തത്വം അതാണ്. ആ തത്വത്തിന് ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണമാണ് ഈ വസ്ത്രധാരണം. അത് നമ്മൾ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ സൂചിപ്പിച്ചതാണ്. അക്കൂട്ടത്തിൽ ആ ഖുതുബ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത്, നമ്മുടെ മുസ്ലിം സ്ത്രീകൾ പർദ്ദ, മിക്കവാറും സ്ത്രീകളൊക്കെ പർദ്ദയാണ് ധരിക്കുന്നത്. പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ പലപ്പോഴും അവരുടെ പർദ്ദ ധരിച്ചുള്ള അവരുടെ യാത്ര നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എപ്പോഴും അവരുടെ പർദ്ദ അവർ നടക്കുന്ന പ്രതലത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ എഴഞ്ഞ് പിന്നെ ആ പ്രതലങ്ങളൊക്കെ അടിച്ചു വൃത്തിയാക്കി പോകുന്ന വിധത്തിൽ അത്രയും ഇറക്കമുള്ള പർദ്ദയാണ് നമ്മുടെ മുസ്ലിം സഹോദരിമാർ, പർദ്ദയിടുന്ന സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദയുടെ ഇറക്കം എന്ന് പറയുന്നത്. അത്രയും ഇറക്കമാണത്. നടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ എഴഞ്ഞ് തൂത്തുവാരി പോവും. ഒരുപടി നാളായി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ പലപ്പോഴും മുസ്ലിം സ്ത്രീകൾ, പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകൾ വരുന്ന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, പർദ്ദ ഇങ്ങനെ നിലത്തഴഞ്ഞ് അവിടുത്തെ എല്ലാ വൃത്തികേടും വാരി വലിച്ച് കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആരാണ് മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ ഒരു പർദ്ദ ധരിക്കുന്ന രീതി പഠിപ്പിച്ചത്? ഇതിൽ ഇസ്ലാം പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഇസ്ലാമിന്റെ ത്വഹാറത്ത് കൺസെപ്റ്റ് അഥവാ ശുചിത്വ സങ്കല്പം അല്ലെങ്കിൽ ഹൈജീനിക് കൺസെപ്റ്റ്, വൃത്തി സങ്കല്പം ഒരിക്കലും ഇങ്ങനെ ഒരു പർദ്ദ ധരിക്കാൻ പറയും എന്ന് നമുക്ക് തരിമ്പ് പോലും വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, മുസ്ലിം സ്ത്രീകൾ ചെല്ലുന്ന ഏത് സ്ഥലം എടുത്ത് നോക്കിയാലും ശരി, ബസ് സ്റ്റാൻഡുകളോ ബസ് സ്റ്റോപ്പുകളോ റെയിൽവേ സ്റ്റേഷനുകളോ കല്യാണ വീടുകളോ ഹോട്ടലുകളോ അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോ, അങ്ങനെ എവിടെ നിങ്ങൾ ഇനി മേലിലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന്. അങ്ങനെ എവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും അവിടെ ഒക്കെ പങ്കെടുക്കുന്ന, പർദ്ദയിട്ട് പങ്കെടുക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം, പർദ്ദ താഴെ എഴിഞ്ഞായിരിക്കും നടക്കുക. ആ പോകുന്ന സ്ഥലമൊക്കെ അടിച്ചു വൃത്തിയാക്കി. ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 10-20 മാസമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരം സന്ദർശിക്കുന്ന ഒരാളാണ്. അപ്പോഴും ഞാനിത് ശ്രദ്ധിക്കാറുണ്ട്. അവിടെയൊക്കെ പർദ്ദയിട്ട് വരുന്ന മുസ്ലിം സ്ത്രീകളുടെ പർദ്ദ അവിടെ തൂത്തുവാരി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ആ സ്ഥലം വൃത്തിയായി പോകുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല തൂത്തുവാരി പോകുമെന്ന് പറഞ്ഞത്, അവിടെ വൃത്തിയായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏത് പ്രതലത്തിലൂടെയാണ് ഇവർ നടക്കുന്നത്? മുഖത്ത് മാസ്ക് വെച്ചിട്ട് പർദ്ദയിട്ടിങ്ങനെ നടന്നാൽ എന്തായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ഗുണം? ഒരു വശത്ത് അസുഖത്തെ പേടിച്ച് മാസ്ക് ധരിക്കുന്നു, മറുവശത്ത് ആശുപത്രിയിൽ ചെന്നിട്ട് ഇതൊക്കെ കൂടി അടിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു പർദ്ദയിട്ട് യാത്ര ചെയ്യുന്നു. ഇതൊക്കെ തമ്മിലൊരു വൈരുദ്ധ്യമില്ലേ?
അത് മാത്രമല്ല, റോട്ടിൽ കൂടിയൊക്കെ നടന്നാൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പട്ടിക്കാഷ്ടം, അതുപോലെ തന്നെ പൂച്ചക്കാഷ്ടം, അതുപോലെ തന്നെ അവനവൻ തന്നെ തുപ്പുന്ന തുപ്പല്, നമുക്കറിയാത്തതും അറിയാവുന്നതുമായ ഒരുപാട് വൃത്തികേടുകൾ, നെജസുകൾ. നമ്മൾ നെജസ് എന്ന് പറയുന്ന നെജസുകൾ ഉള്ള സ്ഥലത്താണ് നമ്മുടെ സഹോദരിമാരുടെ പർദ്ദ ഇങ്ങനെ ഇഴയുന്നത്. ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ ചെന്ന് നോക്ക്. ഹോട്ടലിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം പർദ്ദയിട്ട് വരുന്ന സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആ വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന വാഷ് ഏരിയയിലേക്ക് നിങ്ങൾ ആ സ്ത്രീ പോകുന്നത് കണ്ടാൽ അവിടെ വെള്ളം വീണ് നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന സ്ഥലത്തും ഇവരുടെ പർദ്ദ അഴിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. ഇനി ഹോട്ടലുകളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾ, അത് മിക്കവാറും വാഷ് ഏരിയയുടെ ഭാഗത്തായിരിക്കും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവുക. ആ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുന്നിടത്ത് നമ്മുടെ ഒരു സഹോദരി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാതിൽക്കലും ആ സഹോദരിയുടെ പർദ്ദ താഴെ മുട്ടിയായിരിക്കും നിൽക്കുക, ഇഴഞ്ഞായിരിക്കും നിൽക്കുക. അങ്ങനെ എവിടെ നിങ്ങൾ നോക്കിയാലും യാതൊരുവിധ ഒരു ഹൈജീനിക് അല്ലാത്ത, വൃത്തിയില്ലാത്ത പരിസരത്തൊക്കെ ഇത് നിൽക്കും. ഇത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എവിടെ ശ്രദ്ധിച്ചാലും. ഞാൻ കുറെ നാളുകളായി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കാൻ ഇത്രയും വൃത്തിപാഠങ്ങൾ പഠിപ്പിച്ച, ഇത്രയും ശുചിത്വ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു ദർശനം പറയുമോ അങ്ങനെ ഒരു വസ്ത്രം ധരിക്കാൻ? ഒരിക്കലും പറയില്ല. ഒരിക്കലും പറയുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെ പാഠങ്ങളാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം സത്യവിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ വൃത്തിക്ക് വേണ്ടി വെള്ളം ഉപയോഗിക്കുന്ന ഏക സമുദായം മുസ്ലിങ്ങളാണ്. 10 ടാപ്പെങ്കിലും ഇല്ലാത്ത ഏത് പള്ളിയാ ഉള്ളത്? 10 ടാപ്പില്ലാത്ത ഏത് പള്ളിയാ മുസ്ലിങ്ങൾക്കുള്ളത്? ഈ ടാപ്പ് ഇതിനവിടെ വെച്ചിട്ടുള്ളത് കുടിക്കാനല്ലല്ലോ, കഴുകി വൃത്തിയാക്കാനാണ്. ഒരു 3 യൂറിനലെങ്കിലും ഇല്ലാത്ത ഏത് സൈക്കാവ നമുക്കുള്ളത്? എന്തിനാ അവിടെ വെള്ള സൗകര്യം വെച്ചിട്ടുള്ളത്? മൂത്രമൊഴിച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ്. ലോകത്ത് ഒരു ആരാധനാലയത്തിലും ഇത്രയും ജലസാന്നിധ്യമുള്ള ആരാധനാലയം വേറെ കാണൂല. ആ ജലസാന്നിധ്യം നീന്തി കുളിക്കാനല്ല, മറിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അത്തഹൂർ ശത്രുൽ ഈമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത്തഹൂർ ശത്രുൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത്, നീറ്റ്നെസ് എന്ന് പറയുന്നത്, ക്ലീൻനെസ് എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. അഥവാ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ പോലും വൃത്തി ഉണ്ടാകണം. വൃത്തിയും കൂടി ഉണ്ടെങ്കിലേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അഥവാ തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ, അത്തരം മടങ്ങുന്ന മനോഭാവമുള്ള ആളുകളെ, പശ്ചാത്താപ ബോധമുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള ഈ വചനം പലയിടത്ത് ഖുർആനിൽ കാണാം. അതിൽ ഒരിട എവിടെയെന്നറിയാം? നമ്മുടെ സഹോദരിമാർ മെൻസസായി കഴിഞ്ഞാൽ അത് വൃത്തിയാവുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം ഉള്ളിടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ എന്ന് പരാമർശിച്ചിട്ടുള്ളത്. അവിടെ വൃത്തി. അത് മാത്രമല്ല, നമ്മൾ ഒതു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നൊരു പ്രാർത്ഥന നടത്തും. അധികം ആളുകൾ നടത്താറില്ല. നിർബന്ധമായ പ്രാർത്ഥനയൊന്നുമല്ല. ആ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുതത്വഹിരീൻ. ആത്മാർത്ഥതയോടുകൂടി തിരിച്ചു മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ, പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. വയുഹിബ്ബുൽ മുതത്വഹിരീൻ. വൃത്തിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. വൃത്തിബോധമുള്ള, വൃത്തിയുള്ള ആളുകളുടെ ഗണത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു ദർശനം റോഡിലുള്ള മുഴുവൻ അഴുക്കുകളെയും ആവാഹിച്ച് അബ്സോർബ് ചെയ്ത് പോകുന്ന ഒരു വസ്ത്രം ധരിക്കാൻ കൽപ്പിക്കുമെന്ന് നമ്മളാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നമ്മളാരെങ്കിലും വിചാരിക്കുന്നു അങ്ങനെ ഒരു മതം അങ്ങനെ കൽപ്പിക്കോ? ഉള്ള കാഷ്ടം, ഉള്ള മൂത്രം, ഉള്ള തുപ്പലും, ഉള്ള വൃത്തികേടുകളും എല്ലാം ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്ന, ഞാൻ എല്ലാ മേഖലയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കാണാറുള്ള എല്ലാ മേഖലയിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. മത്സ്യ മാർക്കറ്റിൽ പോയാലും നമുക്കിത് കാണാൻ സാധിക്കും. ആ വെള്ളം എല്ലാം ഉപ്പുവെള്ളവും എല്ലാം കൂടി ഒഴുകുന്ന സ്ഥലത്തു കൂടി പർദ്ദ ഇട്ടുകൊണ്ട് പോയിട്ടാണ് അവർ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്.
അങ്ങനെ എവിടെ ചെന്നാലും ഈ ഒരർത്ഥത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ശുചിത്വ, ഇതിന് ഖുർആനും ഹദീസൊന്നും പഠിക്കേണ്ടതില്ല. ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ എന്തിനാണ് ഖുർആനും ഹദീസും നോക്കുന്നത്? ഇസ്ലാമിന്റെ പ്രാഥമികമായ വൃത്തിപാഠങ്ങളും കുറച്ച് യുക്തിബോധവുമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഇങ്ങനെ ഒരു വസ്ത്രധാരണം ഇസ്ലാം സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്ന്. പുറത്തിറങ്ങി നടക്കുന്ന ഒരു പെണ്ണിനും ഇസ്ലാം അങ്ങനെയുള്ള വസ്ത്രധാരണം അനുവദിക്കില്ല, സമ്മതിച്ചു തരില്ല. അതാണ് അതിന്റെ വ്യത്യാസം. മാത്രമല്ല, ഒട്ടേറെ പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട്. നമ്മളുടെ സഹോദരിമാർ ഇന്ന് ധരിക്കുന്ന പോലുള്ള വസ്ത്രം, പർദ്ദ, അത്രയും ഇറക്കുള്ള നിലത്തിഴയുന്ന പർദ്ദ ധരിച്ചാൽ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, നേരെ ചൊവ്വേ മാന്യമായി നിവർന്നവർക്ക് നടക്കാൻ പറ്റില്ല. നിവർന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ അത് പൊക്കി പിടിക്കണം. അതല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന പർദ്ദയിൽ തന്നെ അവരെ ചെരുപ്പുകൊണ്ട് അവർ ചവിട്ടും. ഈ മിനിഞ്ഞാന്നത്തെ ദിവസം ഞാൻ എറണാകുളത്ത് എന്റെ കങ്കരപ്പടിയിലേക്ക് പോരുന്ന സമയത്ത് ഞാൻ ബസ്സിൽ സീറ്റിലിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു പെണ്ണ് കയറി, ഒരു സ്ത്രീ സഹോദരി കയറി. ആ സഹോദരി പർദ്ദയിട്ടാണ് കയറിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ ബസ്സിന്റെ സ്വഭാവം അറിയാലോ, ആൾ കയറുന്നതിന് മുമ്പേ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകും. ഈ രീതിയാണ് നമ്മുടെ നാട്ടിലെ ബസ്സുകൾ പലപ്പോഴും ഡ്രൈവർമാർ ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ നോക്കി, ഞാൻ ആ സഹോദരിയെ ശ്രദ്ധിച്ചപ്പോ ഇവർ ബസ്സിലേക്ക് കയറി, ഇവർക്ക് നേരെ പിടിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവരിട്ടിരിക്കുന്ന പർദ്ദയിൽ തന്നെ ഇവർ ചെരുപ്പിട്ട് ചവിട്ടാണ്. ആ ചെരുപ്പിട്ടതുകൊണ്ട് കാര്യം പിന്നെ രണ്ടാമതൊന്നും എടുത്തു വയ്ക്കാൻ ഇവർക്ക് പറ്റണില്ല. അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ ഇവർ ചെരുപ്പിട്ട് ചവിട്ടും. നമ്മൾ ചെരുപ്പിടുന്നതിനാണ്, ചെരുപ്പിടുന്നതിന് പാദ സുരക്ഷയോടൊപ്പം ഇതുപോലെ നെജസിൽ നിന്ന് കാലിനെ കാത്തു സൂക്ഷിക്കാനാണ് നമ്മൾ ചെരുപ്പിടുന്നത്. എന്നിട്ട് ആ ചെരുപ്പ് തന്നെ ഇട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പർദ്ദയിൽ കയറി ചവിട്ടിയിരുന്നാലോ? എന്നിട്ട് അവര് ഏകദേശം എനിക്ക് തോന്നുന്നത് പിന്നെ പാലാരിവട്ടം മുതൽ 6-7 കിലോമീറ്റർ അവരുടെ ബസ്സിൽ നിന്നത് അവരിട്ടിരിക്കുന്ന പർദ്ദയുടെ പുറത്ത് അവരിട്ട ചെരുപ്പിട്ട് ചവിട്ടിയാണ് നിൽക്കുന്നത്. അത്രയും ഇറക്കമുള്ള പർദ്ദയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇങ്ങനെയുണ്ട് ഒരു വസ്ത്രധാരണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വസ്ത്രധാരണം ധരിക്കാൻ ഇസ്ലാം അനുവദിക്കില്ല. ഇസ്ലാം അനുവദിക്കില്ല. ഞാൻ ഓടി വെച്ചൊരായത്തുണ്ട് വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 31-ാമത്തെ സൂക്തം. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. അതിന്റെ ബാക്കി വിശദീകരണങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന. മുഅ്മിനാത്തുകളോട്, മുസ്ലിങ്ങളായ സ്ത്രീകളോട് നബിയെ പറയുക, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗിക അവയവങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യമോ പ്രകടമാക്കരുത്. ഇല്ലാമാ ലഹറ മിൻഹാ, സ്വാഭാവികമായി പ്രകടമായതൊഴിച്ച്. സ്വാഭാവികമായി പ്രകടമാകുന്നതൊഴിച്ച്, അനിവാര്യമായും പ്രകടമാകുന്നതൊഴിച്ച് അവർ അവരുടെ സൗന്ദര്യം അവർ പുറത്ത് കാണിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ആളുകളുടെ ലിസ്റ്റാണ് അള്ളാഹു നിരത്തിയിട്ടുള്ളത്. പിന്നെ ലിസ്റ്റാണല്ലോ പറയുന്നത്, ഇന്ന ആളുകളുടെ മുമ്പിൽ അത് പ്രകടമാക്കുന്നതിന് അവർക്ക് തടസ്സമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഈ ഇല്ലാമാ ലഹറ മിൻഹാ, പ്രകടമായതൊഴിച്ചു ബാക്കി മറച്ചു പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രകടമായത് ഏതാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ ഇല്ലാമാ ലഹറ മിൻഹാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പ്രകടമായതൊഴിച്ച്. വിശുദ്ധ ഖുർആനിൽ എവിടെ തപ്പിയാലും ഏതാണ് ഈ പ്രകടമായ ഭാഗം എന്ന് കണ്ടെത്താനും നമുക്ക് സാധ്യമല്ല. ഖുർആനിൽ അതില്ല. പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നത് പ്രവാചക വചനങ്ങളിലേക്കാണ്. പ്രവാചക വചനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു സ്ത്രീ സുതാര്യമായ വസ്ത്രം ധരിച്ച് മറക്കപ്പെടേണ്ട ഭാഗങ്ങൾ മറക്കപ്പെടാത്ത ഒരവസ്ഥയിൽ പ്രവാചകന്റെ മുൻപിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കണം, അവളുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവൻ മറക്കണം എന്ന് പറയുന്ന ഒരു ഹദീസാണ് ഈ വിഷയത്തിൽ നമുക്ക് തെളിവായിട്ടുള്ളത്. സമാനമായ വേറെ ചില ഹദീസുകളും. അപ്പൊ അതിൽ പ്രകടമാക്കേണ്ടതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുൻകൈയും മുഖവുമാണ് എന്നതാണ്. മുൻകൈയും മുഖവും മാത്രമേ പുറത്തു കാണിക്കാൻ പാടുള്ളൂ എന്നതിന്റെ തെളിവായി അവതരിപ്പിക്കുന്ന ആളുകൾക്ക് അവതരിപ്പിക്കാനുള്ളത്. ഈ സ്വാഭാവികമായി വെളിവാകുന്നത് ഏതാണ് എന്നതിന് ഈ ഹദീസാണ് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ ഇല്ലാമാ ലഹറ മിൻഹാ, സ്വാഭാവികമായി പ്രകടമാകുന്ന ഭാഗങ്ങൾ ഒഴിച്ച് മറച്ചു പിടിക്കണം. സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ് ഈ സ്വാഭാവികമായി പ്രകടമാകുന്ന ഭാഗങ്ങൾ? ഖുർആനിൽ അതിന് ഉത്തരമില്ല.
ഹദീസിലാണ് അതിന്റെ ഉത്തരമുള്ളത്. ആ ഉത്തരത്തിലുള്ളത് മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണ് കാല് പറയാതിരുന്നത് എന്നാണ് ചോദ്യം. ഒന്ന്, ആ ചോദ്യത്തിൽ തന്നെ പ്രസക്തിയില്ല. കാരണം സ്വാഭാവികമായി പ്രകടമാകുന്ന ഭാഗങ്ങളിൽ കാലും പെടും. അത് മനസ്സിലാക്കാൻ ഇതിനു മാത്രം ബുദ്ധിയൊന്നും ആവശ്യമില്ല. പിന്നെ റസൂൽ എന്തേ അത് പറഞ്ഞില്ല എന്നാണ്. റസൂൽ അത് പറയേണ്ട കാര്യമില്ല. റസൂൽ സംസാരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അനിവാര്യമായും സ്വാഭാവികമായല്ല, അനിവാര്യമായും തുറന്നിടേണ്ട ഒരു ഭാഗമാണ് കാല്. അവിടെ പിന്നെ സ്വാഭാവികമായി തുറക്കേണ്ട കാര്യം പറയുമ്പോൾ അനിവാര്യമായ കാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് തന്നെ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും തുറന്നിടാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ അനിവാര്യമായും തുറന്നിടേണ്ട ഒരു ഭാഗത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അനിവാര്യമായി അത് ആവശ്യമാണ്. പ്രായോഗികമായി ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടാകും. ഒരു പെണ്ണ് കാലു മറച്ച് വസ്ത്രം ധരിക്കാൻ ശ്രമിച്ചാൽ പ്രായോഗികമായി ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. അത് ഞാൻ ചിലത് സൂചിപ്പിച്ചു, വഴിയെ ബാക്കി പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇല്ലാമാ ലഹറ മിൻഹ എന്ന വിശുദ്ധ ഖുർആനിന്റെ പരിധിയിൽ ഈ കാൽപാദവും പെടും എന്നുള്ള കാര്യത്തിൽ വലിയ ഗവേഷണം നടത്തി നമ്മൾ തലപോകേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭാഗങ്ങളും പെടുമെന്നുള്ള കാര്യത്തിൽ, കാരണം അത് അനിവാര്യമായിട്ടൊരു സംഗതിയാണ്. അത് പിന്നെ എന്തേ റസൂൽ ആ ഹദീസിൽ പറയാതിരുന്ന എന്തോ ഒരു ചോദ്യമാണ് ആകെ ഉള്ളത്. ആ ചോദ്യം എന്തിനാന്ന് ചോദിച്ചാൽ, നാട്ടിൽ മുണ്ട് ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളോട് അയാൾ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുമ്പോ അയാളോട് ഒരാൾ പറയണ്, അല്ലെങ്കിൽ ബാപ്പ പറയണ്, അല്ലെങ്കിൽ സഹോദരൻ പറയണ്, നീ വിദേശത്തേക്ക് പോകുമ്പോ ഈ മുണ്ടൊന്നും എടുത്ത് വിദേശത്ത് പോകാൻ പറ്റില്ല. വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാൻസും ഷർട്ടും ഇട്ടിട്ട് പോകണം, എങ്കിലേ വിദേശത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ആ വാപ്പ പറയോ നീ പോകുമ്പോ ചെരുപ്പ് ഇട്ട് കൊണ്ട് പോകണമെന്ന്? പറയാറില്ലല്ലോ. നീ പോകുമ്പോ ചെരുപ്പും കൂടി ഇട്ട് പോകണമെന്ന് പറയൂല. കാരണം അതിട്ട് പോകണമെന്നുള്ളത് സാമാന്യ ബോധമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ ബാക്കിയൊക്കെ പറഞ്ഞപ്പോ ഇതെന്തേ പറയാതിരുന്നതിന് ചോദിക്കുന്നതിന് വല്ല പ്രസക്തിയുണ്ട്? അത് അവരോട് പറയേണ്ട കാര്യമില്ല. വെളിവും വെള്ളിയാഴ്ചയുള്ള ആളുകളോടാണ് നബി സംസാരിക്കുന്നത്. അവര് കാല് മറച്ചിട്ടില്ല. അവര് കാല് മറച്ചിരുന്നു എന്ന് പറയാൻ കഴിയുന്ന പ്രാമാണികമായ തെളിവുകളില്ല നമ്മുടെ കൈവശം. കാരണം കാലു മറച്ചാൽ പുറത്തിറങ്ങി നടക്കാനും തൊഴിൽ ചെയ്യാനും, പ്രത്യേകിച്ച് സ്ത്രീകൾ തൊഴിൽ രംഗത്തും വാഹനമോടിക്കുന്ന രംഗത്തൊക്കെ സജീവമായി ഉള്ളപ്പോൾ ഒരു കാരണവശാലും കാലു മറച്ചു വെച്ചുകൊണ്ട് ഉള്ള ഒരു വസ്ത്രം ധരിച്ച് ഈ പറയുന്നത് ഒന്നും നടക്കില്ല. പ്രാഥമികമായിട്ട് നടക്കാൻ തന്നെ കഴിയില്ല. നേരെ നടക്കാൻ കഴിയില്ല. ഇത് മൊത്തം പൊക്കി പിടിച്ചുകൊണ്ടല്ലാതെ നടക്കാൻ കഴിയില്ല. ആ അത്തരത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കാർ ഓടിക്കാൻ പറ്റില്ല, ഒരു ബസ്സിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു പർദ്ദയിട്ടാൽ ഭാരമാണ് ആ പർദ്ദയിട്ട് നടക്കുന്നത്. ബസ്സിൽ കയറിയാൽ ഇവർ ഈ പർദ്ദയിട്ടുകൊണ്ട് തന്നെ ബസ്സിൽ കയറിയാൽ അടിയിൽ വേറെ മറ്റൊന്നും ഇട്ടിട്ടില്ല എങ്കിൽ, ഇറക്കമുള്ള ഇട്ടിട്ടില്ല എങ്കിൽ മുട്ടിന്റെ തൊട്ട് താഴെ അവരെ കാണുകയും ചെയ്യും. പിന്നെ സ്റ്റെപ്പയിലേക്ക് കയറുമ്പോൾ ആ സ്റ്റെപ്പയിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ നമ്മുടെ പർദ്ദയിൽ തന്നെ നമ്മൾ കയറിച്ചപ്പെട്ടു. ധൃതി പിടിച്ചു പോകുന്ന ബസ്സിലൊക്കെ കയറാൻ നിന്ന് ബസ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തുകയല്ല, ജീവൻ തന്നെ പരലോകത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ എത്തുക. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല, ഈ അത്തരത്തിലുള്ള ഒരു പർദ്ദ ഇട്ടുകൊണ്ട് സ്റ്റെപ്പിൽ ഇറങ്ങാൻ നമുക്ക് പറ്റില്ല, സ്റ്റെപ്പിൽ കയറാനും നമുക്ക് പറ്റില്ല. ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. എന്റെ നേർക്കണ്ണുകൊണ്ട് ഞാൻ 2 ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കണ്ടിട്ടുണ്ട്. 2 സ്ത്രീകൾ പർദ്ദയിൽ ചവിട്ടി വീണ് അതിൽ ഒരു സ്ത്രീയെ അവർ പൊക്കിയെടുത്തുകൊണ്ടുപോയി കാറിലിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാഴ്ച ഞാൻ ഒരു 5-8 മാസം മുമ്പ് ഞാൻ നേരെ കണ്ടതാണ്. ഒരു കുത്തനെ കീഴ്പോട്ടുള്ള താഴെത്തുന്ന ഒരു സ്ത്രീ കയറി വരുന്നു. അവർ അവരുടെ പർദ്ദയിൽ ചവിട്ടുന്നു. ആ പർദ്ദയിൽ ചവിട്ടി അവരവിടെ വീഴുന്നു. വീഴുത് പോയി മുട്ടുപോയി അവിടെ ഇടിക്കുന്നു. അവർക്ക് പിന്നെ അവിടെ നിന്ന് ഒരു അടി വയ്ക്കാൻ കഴിയാതെ വരുന്നു. അവരെ തന്റെ ആൺമക്കളും പെൺമക്കളൊക്കെ കൂടി എടുത്ത് മയ്യത്ത് കൊണ്ടുപോകും പോലെ എടുത്തിട്ടാണ് അവരെ കൊണ്ടുപോയത്. അവര് തന്നെ അവരുടെ പർദ്ദയിൽ ചവിട്ടിയാണ് മറിഞ്ഞു വീണതുകൊണ്ടാണ് അവർ. അങ്ങനെ മറിഞ്ഞു വീഴുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് വേറെ പല സന്ദർഭങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇതുപോലെ റിസ്ക് എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി തീരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ നേരെ ചോദിച്ച് കാർ ഓടിക്കാൻ പറ്റില്ല. എല്ലാതേലും കയറിയൊക്കെ ചിലപ്പോൾ ചവിട്ടേണ്ടി വരും. ബ്രേക്കേലും ക്ലച്ചേലും ഒക്കെ ഒന്നിച്ച് കയറി ചവിട്ടി കളയും. കാരണം ഈ പർദ്ദ തടഞ്ഞിട്ട് കാലങ്ങോടും ഇങ്ങോട്ടും പൊക്കിയെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഞാൻ പർദ്ദയെ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. പർദ്ദ ലൂസ് ഗാർമെന്റ് ആണ് ധരിക്കാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇത്തിരി വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ധരിക്കാൻ ഏറ്റവും ഫിറ്റായിട്ടുള്ള വസ്ത്രമാണ് ഈ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതിന് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മൾ ഈ പർദ്ദയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ ഈ പർദ്ദ വിമർശിക്കപ്പെടുമല്ലോ. നമ്മൾ കണ്ണു പിളർന്ന ആള് മുതൽ കേൾക്കുന്നതാണല്ലോ പർദ്ദയെ വിമർശിക്കുന്നത്. ഈ പർദ്ദ വിമർശിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ തിരിച്ചു പറയാറുള്ള ഒരു ഡയലോഗുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചു പറയാറുള്ള ഒരു ഡയലോഗുണ്ടല്ലോ, മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ പർദ്ദ ധരിക്കുന്നതിന് തത്തുല്യമായ രൂപത്തിൽ പർദ്ദ ധരിക്കുന്ന കന്യാസ്ത്രീകളുണ്ട്, നൺസുണ്ട്. അവർ ധരിക്കുമ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. കാരണം പ്രത്യക്ഷത്തിൽ ശരിയുമാണ്. അവർ ധരിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളും ധരിക്കുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ആയിരിക്കും ഉപയോഗിക്കുക, അത് വേറെ ഏതെങ്കിലും അപൂർവമായി വേറെ ചില കളറുകൾ ഉപയോഗിക്കും. നമ്മൾ ധരിക്കുമ്പോൾ അത് വലിയ പിന്തിരിപ്പത്വവും സ്വാതന്ത്ര്യ നിഷേധവും പുരുഷ മേധാവിത്വവും ആയി അവതരിപ്പിക്കപ്പെടുകയും അവർ ധരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരാക്ഷേപവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്, വേറെ വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഡയലോഗ് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർത്തമാനം നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കന്യാസ്ത്രീകൾ ധരിക്കുന്നത് നമ്മൾ ധരിക്കുന്ന പോലത്തിലുള്ള പർദ്ദയല്ല. കന്യാസ്ത്രീകൾ, ഓരൊറ്റ കന്യാസ്ത്രീയുടെയും അവർ ഇട്ടിരിക്കുന്ന പർദ്ദ അവരുടെ നെരിയാണിക്ക് താഴെ അല്പം പോലും ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഒന്നും നെരിയാണിയോ നെരിയാണിയുടെ തൊട്ട് താഴെയോ മാത്രം നിൽക്കുന്ന, വളരെ സ്വതന്ത്രമായി നീറ്റായി ഏത് സ്ഥലത്തു കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന, നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലാണ് കന്യാസ്ത്രീകൾ അവരുടെ പർദ്ദയിടുന്നത്. ഞാൻ പറയുന്നത് അങ്ങേയറ്റം ഇസ്ലാമികവും ഹൈജീനിക്കും മാതൃകാപരവും ശാസ്ത്രീയവുമാണ് അവരുടെ പർദ്ദധാരണം. നമുക്ക് വിഷമമുണ്ടായിട്ട് കാര്യമില്ല. അവരുടെ അവർ ധരിക്കുന്ന വസ്ത്രം അവർ വളരെ കൃത്യമായിട്ടാണ് ധരിക്കുന്നത്, ശാസ്ത്രീയമായിട്ടാണ് അവർ ധരിക്കുന്നത്. ഈ ഇസ്ലാമിന്റെ വൃത്തിസങ്കല്പത്തോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന രൂപത്തിലാണ് അവർ ധരിക്കുന്നത്. ഹൈജീനിക്കാണ് അവർ ധരിക്കുന്ന രീതി. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായ വസ്ത്രധാരണ രീതിയാണ് അവരുടെ ഇറക്കത്തിന്റെ കാര്യത്തിൽ. ബാക്കിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ആ ഇറക്കത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം മാതൃകാപരമാണ് അവരുടെ വസ്ത്രധാരണം. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പിന്തുടരാവുന്നതേ ഉള്ളൂ, മാതൃകാപരമായ ആ വസ്ത്രധാരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ, വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള ഒട്ടും സൂക്ഷ്മമല്ലാത്ത വസ്ത്രം ധരിക്കാൻ പറയും, അല്ലെങ്കിൽ അത് കാൽപാദം ഔറത്തായിട്ട് നിശ്ചയിക്കും എന്നും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മളൊക്കെ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഹദീസ് സമാഹാരങ്ങളുടെ ഏത് ഹദീസ് സമാഹാര ഗ്രന്ഥം എടുത്താലും, ഹദീസ് സമാഹാരത്തിന്റെ ഏത് ഗ്രന്ഥം എടുത്താലും ആ ഗ്രന്ഥത്തിൽ കിതാബുൽ ലിബാസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു നോക്കിയാൽ, അധ്യായം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹദീസുണ്ട്. അത് മിക്കവാറും എല്ലാ ഹദീസ് സമാഹാരത്തിന്റെ കിതാബുൽ ലിബാസിൽ അതുണ്ട്. അതിലൊരു ഹദീസ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ കിതാബുൽ ലിബാസിൽ ഉദ്ധരിച്ചതാണ്. രണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കി ഉടുക്കുന്നവൻ, ആ വസ്ത്രം ഫിന്നാർ, നരകത്തിലാണ്. ഇത് ബുഖാരിയിലുള്ളതാണ്. മുസ്ലിമിലും അബൂദാവൂദിലും ഒക്കെയുള്ള ഒരു ഹദീസാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ മൻ യജുറു ഇസാറഹു ബതറ. അഥവാ അഹങ്കാരത്തോടുകൂടി വസ്ത്രം നിലത്തിഴച്ചിട്ട് നടക്കുന്നവർ, അവരുടെ മുഖത്തേക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നോക്കൂല. വസ്ത്രം വലിച്ചിഴച്ച്, അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവന്റെ മുഖത്തേക്ക് അള്ളാഹു നാളെ പരലോകത്ത് നോക്കുക പോലുമില്ല എന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത്, ഇമാം അബൂദാവൂദ് തുർമുദി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വസ്ത്രം അവന്റെ നെരിയാണിക്ക് താഴെ അവന്റെ ജീൻസോ അവന്റെ പാൻസോ ഒരു ലേശം ഇറങ്ങിയാൽ അതപ്പോ തന്നെ ഹദീസ് ഉദ്ധരിച്ച് ഭയങ്കര സംഭവമായി, ഭയങ്കര ഗൗരവമായ സംഗതിയായിട്ട് അവതരിപ്പിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന സാധാരണക്കാരും മൗലവിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവനെ അഹങ്കാരത്തോടുകൂടി ഒന്നും ചെയ്തതല്ലാതെ സ്വാഭാവികമായിട്ട് ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് അല്പം താഴോട്ട് പോയി. ആ താഴോട്ട് പോയതിനെ കുറിച്ച് കൃത്യപ്പെടുത്താൻ ശ്രമിക്കുന്ന നമ്മുടെ മൗലവിമാരും പണ്ഡിതന്മാരും ഈ വസ്ത്രധാരണത്തെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല, അതിൽ പറയാറില്ല, നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഈ ഹദീസിൽ നിന്ന് നമ്മുടെ സഹോദരിമാർ ഒഴിവാണ് എന്ന് എങ്ങനെയാണ് ഇവർ തെളിയിക്കുക? ആര് എന്ന പ്രയോഗമാണ് മൻ, ആര് അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചു താഴ്ത്ത് നടക്കുന്ന ആരാണോ അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കൂല എന്ന് പറയുമ്പോൾ ഇതിന്റെ പരിധിയിൽ സ്ത്രീകൾ പെടില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന സ്വഹീഹായ ഒരൊറ്റ ഹദീസില്ല.
പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ ഇവരെ ഒഴിവാക്കിയത്? പിന്നെ ഒഴിവാക്കാനുള്ള ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽപാദം ഔറത്താണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. കാൽപാദം ഔറത്താണ് എന്ന് പറഞ്ഞാൽ മറിച്ച് നമ്മളൊരു കാര്യം ചിന്തിക്കണം. കാൽപാദം ഔറത്താണ് എങ്കിൽ ആ കാൽപാദം മറക്കേണ്ടി വരും. കാൽപാദം ഔറത്തല്ലാത്ത വിധം ഒരു പെണ്ണിന് കാൽപാദം മറക്കണമെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പർദ്ദയേക്കാൾ കൂടുതൽ എഴിഞ്ഞു സഞ്ചരിക്കുന്ന പർദ്ദയിട്ടാലേ അങ്ങനെ മറക്കാൻ പറ്റുള്ളൂ. ഒരു വശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ റസൂലും വൃത്തിയെക്കുറിച്ച് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുകയും മറുഭാഗത്ത് ആ വൃത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അല്ലാഹുവിന്റെ തന്നെ ഒരു ജനവിഭാഗത്തോട് വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം അല്ലാഹു റസൂലും ചെയ്യില്ലല്ലോ. നമ്മുടെ പെണ്ണുങ്ങളുടെ, നമ്മുടെ സഹോദരിമാരുടെ കാൽപാദം മറയുന്ന രൂപത്തിൽ അവർക്കൊരു വസ്ത്രം ധരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വസ്ത്രം ധരിക്കണം. ഇപ്പൊ അവർ ധരിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കണം. അങ്ങനെ ഒരു വശത്ത് അങ്ങനെ ഒരു വസ്ത്രം ധരിക്കാൻ പറയുകയും മറുവശത്ത് വൃത്തിയെക്കുറിച്ച് വാചാലമാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നേർക്ക് നേരെ യോജിക്കുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹുവോ നമ്മെ പഠിപ്പിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, അത് പഠിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കാൻ ഖുർആനോ ഹദീസോ ആഴത്തിൽ പഠിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ പ്രാഥമികമായ വൃത്തിബോധം ഉണ്ടെങ്കിൽ, വൃത്തിയെക്കുറിച്ചുള്ള പ്രാഥമികമായ പാഠം അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്ന് അല്ലാഹുവും റസൂലും കൽപ്പിക്കില്ല എന്ന് പറയാൻ അത് മാത്രം മതിയാകും. എന്നു മാത്രമല്ല, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദ്ഹബ്, ആ മദ്ഹബിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള മദ്ഹബ് അതാണ്. മാത്രമല്ല ഇസ്ലാമികമായ പല വിഷയങ്ങളെയും ലോജിക്കലി യുക്തിപരമായി സമീപിക്കുന്ന ഒരു മദ്ഹബിന്റെ ഇമാമു കൂടിയാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന്റെ നിലപാട് പെണ്ണിന്റെ കാൽപാദം ഔറത്തല്ല, നഗ്നതയല്ല എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രമുഖ ശിഷ്യനായിട്ടുള്ള മുസ്നീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നിലപാടും പെണ്ണിന്റെ പാദം എന്ന് പറയുന്നത് ഔറത്തല്ല, നഗ്നതയല്ല എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സ്ത്രീകളുടെ പാദം ഔറത്തല്ല എന്ന് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അത്തരത്തിലുള്ള എല്ലാം ഈ കാര്യങ്ങളെല്ലാം സഹീഹുൽ മുഹദ്ദബിലുള്ളതാണ്. അപ്പോ ഇത്തരത്തിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കെ പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ഇത്രയും അശാസ്ത്രീയമായ ഒരു പർദ്ദാധാരണ സമ്പ്രദായം, ഇത്രയും ഇറക്കമുള്ള അശാസ്ത്രീയം എന്ന് ഞാൻ പറയുമ്പോൾ പർദ്ദ ധരിക്കുന്നത് അശാസ്ത്രീയമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും മനസ്സിലാക്കേണ്ടതുമില്ല. പർദ്ദ അഴിപ്പിക്കുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പർദ്ദ ധരിക്കേണ്ട വിധം ധരിക്കുക എന്ന അർത്ഥത്തിലുള്ളതാണ്. അത് മാത്രമല്ല മറ്റൊരാൾ കണ്ടാൽ തന്നെ ഇപ്പോ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഴ നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഇപ്പോ റെയിനി സീസൺ ആണല്ലോ, അത്തരം ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന രൂപത്തിൽ നമ്മുടെ ഒരു സഹോദരി പർദ്ദയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഉള്ള വെള്ളവും ഉള്ള ചെളിയും ഉള്ള അഴുക്കും ഉള്ള നജസും ഒക്കെ വാരി വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥാവിശേഷം ഞാൻ ഈ പറഞ്ഞത് വെച്ച് എന്റെ സഹോദരി സഹോദരന്മാർ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ഒരു വസ്ത്രം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും സത്യവിശ്വാസിനികളായ നമ്മുടെ സഹോദരിമാർക്ക് കൽപ്പിച്ചരുളുമോ? അതുകൊണ്ട് ഇല്ലാമാ ദഹറ മിൻഹ എന്ന് പറയുന്നിടത്ത് ഇതും പെടും, കാൽപാദവും പെടും. ഇനി കാൽപാദം മറക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ, കാൽപാദം മറയണമെങ്കിൽ ഇന്നവർ ധരിക്കുന്നത് പോലെ തന്നെയുള്ള വസ്ത്രം ധരിച്ചാൽ മാത്രമേ കാൽപാദം മറയുകയുള്ളൂ. കാൽപാദം ഒരു വശത്ത് കാൽപാദം മറക്കുന്ന വസ്ത്രം അല്ലാഹുവും റസൂലും കൽപ്പിക്കുകയും മറുവശത്ത് വൃത്തിയെക്കുറിച്ചും ഇങ്ങനെ കണ്ട് വാചാലമാവുകയും ചെയ്യുന്നതിൽ കാണുമ്പോൾ അവിടെ വൈരുദ്ധ്യം വരും. അതുകൊണ്ട് ആ കാൽപാദം കാണുന്നു എന്നതിനേക്കാൾ ഗൗരവം ഈ വൃത്തികേട് അബ്സോർബ് ചെയ്യുന്നവരുടെ പർദ്ദ വലിച്ചെടുക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല മറ്റൊരു യുക്തി കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇല്ലാമാ ദഹറ മിൻഹ നിങ്ങളുടെ സൗന്ദര്യം പ്രകടമാക്കരുത് എന്ന് അല്ലാഹുവും റസൂലും പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് അല്ലാഹ് പറഞ്ഞപ്പോൾ, നിങ്ങളുടെ സൗന്ദര്യം വെളിവാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിൽ ഈ മുഖവും മുൻകൈയും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? മുഖവും മുൻകൈയും ഒഴിവാക്കിയത് പ്രായോഗികമായ പ്രശ്നം അവിടെ വെച്ചുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന അവളുടെ മുഖത്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്, അവളുടെ കയ്യിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് പ്രായോഗികമായ പ്രയാസം മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും മുഖവും മുൻകൈയും സ്വാഭാവികമായി പ്രകടമാക്കാവുന്ന സൗന്ദര്യത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞത് പ്രായോഗികമായ ബുദ്ധിമുട്ട് വെച്ചിട്ടാണ്. ഐഡന്റിറ്റി പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രായോഗികമായി ആ സ്ത്രീക്ക് എവിടെയും
പോകാൻ കഴിയില്ല. പോയാൽ തന്നെ ഒട്ടേറെ പ്രശ്നം, അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അത് മറ്റൊരു ചർച്ചയുടെ സബ്ജക്ട് ആയതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. ഇപ്പോൾ ലോകത്ത് ഭൂരിപക്ഷം ഇമാമുകളും ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് യൂസുഫ് കർദാവി, അദ്ദേഹം പ്രഗത്ഭനായ ലോകപ്രശസ്ത പണ്ഡിതനാണ്. മരണപ്പെട്ടു പോയ സലഫി പണ്ഡിതനായിട്ടുള്ള നാസിറുദ്ദീൻ അൽബാനി, ഇവരൊക്കെ തന്നെ വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും ഒക്കെ പഠിച്ചു വെച്ചതിന് ശേഷം അവർ പറഞ്ഞത് മുഖവും മുൻകൈയും വെളിവാക്കാവുന്ന സൗന്ദര്യത്തിൽപ്പെട്ടതാണ് എന്നാണ് ഈ രണ്ട് പണ്ഡിതന്മാരും ലോകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. കൂടാതെ ഒരുപാട് പണ്ഡിതന്മാർ മറിച്ചും പറയുന്ന ആളുകളുണ്ട്. ബഹുമാനായ ഉസ്താദ് സയ്യിദ് അബുൽ അല മൗദൂദി, അദ്ദേഹം മുഖവും ഔറത്താണ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തെ ഒക്കെ ഖണ്ഡിച്ചുകൊണ്ട്, പ്രമാണം വെച്ചുകൊണ്ട് ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ച പണ്ഡിതന്മാരാണ് ഇവരെല്ലാവരും. അപ്പൊ ഞാൻ പറയുന്നത് അവർ ഒഴിവാക്കിയതെന്ന് പറഞ്ഞ കാരണം, അഥവാ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. എപ്പോ പ്രശ്നമുണ്ട്? അവളുടെ മുഖത്താണ് സൗന്ദര്യം പ്രകടമാകുക എന്നിരിക്കെ തന്നെയാണ് പ്രായോഗികമായ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് മുഖം വെളിവാക്കാം, കൈ രണ്ടും വെളിവാക്കാം എന്ന് പറയുന്നു. കാരണം നമ്മുടെ ഈ കണ്ണുണ്ടല്ലോ, ഒരാളെ കണ്ടാൽ, ഒരു പെണ്ണിനെ കണ്ടാൽ ആ പെണ്ണിന്റെ അതേ നേരെയാണ് എന്റെ കണ്ണു പോകുന്നത്. അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പെട്ടെന്ന് എനിക്ക് സാധിക്കും എന്റെ കണ്ണുകൊണ്ട്. കാരണം അവളും ഞാനും നേരെയാണ്. അവളുടെ മുഖവും അവളുടെ കൈയും എന്റെ കണ്ണിന് നേരെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ പ്രായോഗിക ബുദ്ധിമുട്ട് വെച്ചത് ഒഴിവാക്കി. അതേസമയം കാലിനെ സംബന്ധിച്ചിടത്തോളം, കാല് അങ്ങനെ ഒരു സൗന്ദര്യം പ്രകടമാക്കാൻ കഴിയുന്ന, സൗന്ദര്യം തുളുമ്പുന്ന സെൻസിറ്റീവായിട്ടുള്ള ഒന്നൊന്നുമല്ല ലോകത്ത് ആരുടെയും കാൽപാദം. മാത്രമല്ല, കാൽപാദം കാണണമെന്നുണ്ടെങ്കിൽ നേരെ നോക്കി കാണാൻ പറ്റില്ല. ഒരു പെണ്ണിന്റെ കാൽപാദം കാണണമെങ്കിൽ താഴോട്ട് നോക്കണം. അപ്പൊ നേരെ കാണാൻ പറ്റുന്ന അവയവങ്ങളെ ഒഴിവാക്കുകയും ബന്ധപ്പെട്ട് മാത്രം നോക്കിക്കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കാൽപാദത്തെ ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുക, അത് മറക്കുകയും ചെയ്യണം എന്ന് പറയും. മാത്രമല്ല, ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കെ അങ്ങനെ ഒന്നും പറയില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കിക്കൂടെ? സൗന്ദര്യം ആസ്വദിക്കുന്നതാണല്ലോ ഇതൊക്കെ മറക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം. അപ്പൊ അത് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം നേരെ കാണാവുന്ന അവയവങ്ങൾ തുറന്നു വെക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുള്ള യുക്തിയും ന്യായവും ഈ പറഞ്ഞതാണെങ്കിൽ, നേരെ കാണാൻ പറ്റാത്ത കാൽപാദം പ്രായോഗികമായ ഒട്ടേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പാദം മറച്ചുവെക്കുകയും ചെയ്യണം എന്ന് ലോജിക്കലി യുക്തിപരമായി പറ്റില്ല, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ട് അവയവങ്ങൾ തുറന്നു കാണിക്കാം എന്ന് പറഞ്ഞതിന് എന്ത് യുക്തിന്യായങ്ങളാണോ ഉള്ളത്, അതിനേക്കാൾ യുക്തിന്യായങ്ങൾ ഈ കാൽപാദത്തിന് ഫിറ്റാണ് എന്നതാണ് വസ്തുത. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരു സ്ത്രീയുടെ കാൽപാദം ഔറത്താണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി കാൽപാദം ഔറത്താണ് എന്ന് വിശ്വസിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല, അയാളുടെ ആത്മാർത്ഥതയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സഹോദരിക്ക് അങ്ങനെ ധരിക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ ആ സഹോദരിയോടും എനിക്ക് പറയാനുള്ളത്, പർദ്ദ കൊണ്ടത് മറച്ചു പിടിക്കണമെന്നില്ലല്ലോ. നമുക്ക് മാന്യമായ ഒരു ഷൂസും മാന്യമായ ഒരു സോക്സും ഇട്ടാൽ ആ പ്രശ്നം തീരാവുന്നതേയുള്ളൂ. അപ്പോഴും അഴുക്കിൽ കിടന്ന് പർദ്ദ വലിച്ചിഴയുന്നത് ഒഴിവാവുകയും ചെയ്യും. അങ്ങനെ ധരിക്കണമെന്നാണ് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത വസ്ത്രധാരണം ഒരർത്ഥത്തിലും ഇസ്ലാമികമാവില്ല, ഒരർത്ഥത്തിലും ഹൈജീനിക് ആവില്ല, ഒരർത്ഥത്തിലും സയന്റിഫിക് ആവില്ല, ഒരർത്ഥത്തിലും ആവില്ല. അതുകൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.